ചായ വന്നില്ല. ചായ വേണ്ട. മാമ വിനോദ്, ഗൾഫ് വിനോദ്. ആഹാ എടിയേ, ഇത് ആരും നോക്കിയാണ് നമ്മളെ വെട്ടില് വിനോദ് വന്നിരിക്കുന്നു. അയ്യോ മോനെ വെട്ടില് വിനോദേ, നീ ആളാകെ അങ്ങ് മാറി കേട്ടാ. പണ്ട് ചെറിയ വെട്ടിലിനെ പോലെ ഇരുന്ന ചെറുക്കനാ, ഇപ്പഴാ ഇപ്പൊ വലിയ വെട്ടിലായി. ഓ മാമി അവിടെ പിന്നെ മാമ സുന്ദരൻ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എന്താണ് മക്കളെ വിശേഷം എന്നൊക്കെ പറയാം. വിശ്വസിച്ച് നോക്കുക, 1994 ഞാനും നിന്റെ അച്ഛനോട്. മാതി മാതി, ഈ മോണഞ്ഞ കഥ ഞാൻ പണ്ട് തൊട്ടേ കേൾക്കുന്നു. നിനക്ക് ശരിക്കും എന്താടേ അവിടെ ജോലി? ഇനി ജോലി എന്ന് വെച്ചാൽ എനിക്ക് എരുത്തിരി കിട്ടപ്പോഴും ജോലി. എഴുത്തിലേട്ടോ? പിന്നെ ഒട്ടൊക്കെ അറബിയുടെ കൂടെ കിടക്കോ? നമുക്കൊന്നും കൊണ്ടുവന്നില്ലേ മാമ ഗൾഫിൽ നിന്ന്? അതൊന്നും വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൾഫിൽ എത്ര കടയിൽ ഞാൻ കയറി ഇറങ്ങിയെന്നറിയാമോ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ? ഞാൻ, മോഹൻലാലും, മമ്മൂട്ടി, ഞാൻ കുറേ പേര്, മെസ്സി, അങ്ങനെ കുറച്ച് പേർക്ക് മേടിക്കുന്ന സാധനങ്ങൾ മേടിക്കുന്ന കടകളാണ് ഞാനും കയറിയിരിക്കുന്നത്. അപ്പൊ അവന് സ്പെഷ്യലായിട്ടാണ് കൊണ്ടുവന്നത്. ടാക്സ് അടയ്ക്കുന്നതിന്റെ പേര് കുറെ പ്രശ്നങ്ങൾ വന്നേട്ടെ. ടൈഗർ ബാ ഇതാണാടാ മമ്മൂട്ടിയൊക്കെ വാങ്ങിക്കുന്ന സാധനം. മമ്മൂട്ടിക്ക് എന്ത് തലവേദന വരത്തില്ലേ മാമ? ഓ, ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അങ്ങനെ വരട്ട മക്കളെ. ആഹാ, ഇത് ചെറിയ ഉപ്പിലേക്ക് ഇറങ്ങി തുടങ്ങിയ. അതല്ലേ, ഇത് പെർഫ്യൂം ആണ്, സ്പ്രേ. ഞാൻ യൂസഫിലേക്ക് മാത്രമേ, ഭയങ്കര പൈസയാണ് പിന്നെ മാമ. ഞാൻ അധികം ആർക്കും ഇതൊന്നും കൊടുക്കത്തില്ല. അതെങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, അല്ലെ എല്ലാവർക്കും ഒരേ മണം. പിന്നെ ഞാൻ വന്നെന്ന് പറഞ്ഞാലേ, എന്റെ കല്യാണം പറഞ്ഞു വന്നതാണ്. പെണ്ണ് എവിടെ തന്നെ മക്കളെ? നാവായിക്കുളത്ത് നാവായിക്കുളത്തുനിന്നാ? നാവായിക്കുളത്ത് പറയുമ്പോ എവിടെയാ? നാവായിക്കുളത്ത് എവിടെ? വടക്കേ വേലി, അവിടെ വളവ് കഴിഞ്ഞ് കയറ്റം കയറി പോകുമ്പോഴത്തേക്ക് ആ ട്രാൻസ്ഫോമറിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ വീടാണ്. അത് തന്നെയാണ്. നിന്റെ അപ്പച്ചിയുടെ വീട്ടിൽ സ്വന്തക്കാരായിട്ട് വരുമല്ലോ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ അപ്പച്ചിയുടെ കുഞ്ഞമ്മയുടെ മാപ്പയുടെ വീട്ടിന്റെ അപ്പുറത്ത് താമസിക്കുന്നവരെ സ്വന്തക്കാരെ വീട്ടിന്റെ അടുത്താണ്. ഇവിടെ അപ്പച്ചിയും ഞാൻ തമ്മിലുള്ള ഇരിപ്പോശം വെച്ചിട്ട് അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നിന്റെ കുഞ്ഞമ്മയുടെ അനിയത്തിയുടെ മോളായിട്ട് വരും. അത് അപ്പൊ നിന്റെ അനിയത്തിയായിട്ട് വരും. ഈ കല്യാണം നടക്കൂല. വിളിച്ച് പറയണം എനിക്ക്. ഹലോ മാമല്ല, എനിക്ക് നിങ്ങളെ മോളെ വേണ്ട, എനിക്ക് താല്പര്യമില്ല. അതെ, നിങ്ങൾ പല കാര്യങ്ങളും എന്നെ നിന്ന് മറച്ചു വെച്ചിട്ടാണ് ഇത് കല്യാണം നടത്തിയത്. എനിക്ക് ഇത്തിരി പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. എനിക്കിന്റെ മാമനും പറഞ്ഞ കേട്ടാ മതി. ഞാൻ ഇവിടെ ചെന്ന് പെട്ടുപോയാനെ ഞാൻ. എനിക്ക് വേണ്ട നിങ്ങളെ മോളെ, അവളെ കൊണ്ട് കാട്ടിക്കളെ. അപ്പൊ അല്ല, അവര് താമസമായിട്ട് 5 വർഷമായില്ലേ? പറയുന്ന പോലെ അവളെ വല്യച്ഛ മരിച്ചിട്ടെന്ന് അവരെല്ലാം കൂടെ വിറ്റുപറക്കി പോയല്ലേ അവര്. ശരിയാണ്. അപ്പൊ ബന്ധം വരത്തില്ലേ മക്കളെ? നമ്മളെല്ലാം കൂടെ കല്യാണത്തിന് എത്തിക്കോളാം.